വിശ്വഗുരു എന്നവകാശപ്പെടുന്ന സർക്കാരിന് ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ സാധിക്കില്ലെന്ന ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ സർവകലാശാലകളിലേക്ക് പുതിയ അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനായുള്ള CUET UG പരീക്ഷ ഇന്ന് നടന്നിരുന്നു. ചില കേന്ദ്രങ്ങളിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് പരീക്ഷ വൈകി. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷാ നടത്തിപ്പിലെ തകരാർ സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. SSC, CBSE, NEET, CUET ഈ 4 പരീക്ഷകൾ എഴുതിയത് 1 കോടി വിദ്യാർത്ഥികളാണ്. ഈ പരീക്ഷകളിൽ ഒന്നുപോലും കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല. വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്നു, പക്ഷേ ഒരു പരീക്ഷ പോലും നടത്താൻ കഴിയുന്നില്ല. മോദിജി മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും പൂർണ്ണമായി തകർത്തു. നിങ്ങൾ ഭാവി നശിപ്പിക്കുന്ന അതേ തലമുറ നിങ്ങളോട് കണക്ക് ചോദിക്കും. രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സർക്കാരിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് മാത്രമാണ് മോദിക്ക് കരുതലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയില്ലെന്നും രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപിച്ചിരുന്നു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നടത്തുന്ന NEET UG പുനഃപരീക്ഷയിൽ വീഴ്ചകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കായി ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. NEET UG പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ നടത്തിപ്പിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിശദീകരണം നൽകിയത്. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് എന്നീ സംഘടനകളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉന്നതതല സ്റ്റിയറിംഗ് കമ്മിറ്റി പരീക്ഷാ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തതായും പരീക്ഷയ്ക്ക് മുൻപും ശേഷവും സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ശുപാർശ ചെയ്തുവെന്നും NTA സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. ക്രമക്കേടുകൾ കണ്ടെത്താനായി പരീക്ഷയ്ക്ക് ശേഷം CCTV ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.